വാഗ്ദത്തത്തിൻ്റെ സമയമാകുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതെല്ലാം ദൈവം മടക്കിത്തരും. നഷ്ടപ്പെട്ടത് ദൈവം മടക്കിത്തരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് ദൈവം മടക്കിത്തരും. ദൈവഭക്തനായിരുന്ന യോസേപ്പിന് തൻ്റെ പിതാവായ യാക്കോബ് ഒരങ്കി തയ്ച്ചു കൊടുക്കുമ്പോൾ അവനൊരു അങ്കി ലഭിച്ച നിമിത്തം സഹോദരന്മാർക്ക് അവനോട് വിദ്വേഷം തോന്നി. അവർ അവൻ്റെ അങ്കി വലിച്ചൂരുമ്പോൾ ഇനി ആർക്കും എടുത്തു മാറ്റാൻ കഴിയാതെ വണ്ണം അധികാരത്തോടെ ദൈവം അവന് വേണ്ടി ഒരു വസ്ത്രം കരുതിയിരുന്നു. മഹത്വത്തോടെ ദൈവത്തിൻ്റെ കരുതലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശരീരം ഉഴവുചാൽ പോലെ കീറി കാണുന്നവർ മുഖം മറച്ചു കളയുകയാണ്. അത്രത്തോളം നിന്ദിക്കപ്പെട്ട് കിടക്കുകയാണ്. യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, മുഖത്ത് മുഷ്ടി ചുരുട്ടിക്കുത്തി. പ്രിയപ്പെട്ടവരെ, 10,000 സുന്ദരനായ യേശുവിനെ ഇന്ന് ആർക്കും കാണാൻ ഇഷ്ടമല്ല. മുഖം മറയ്ക്കുകയാണ്, അതിൽ നിന്നതിനായി കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന് നഷ്ടപ്പെട്ടത് ആരോഗ്യമാണ്. യേശുവിന് നഷ്ടപ്പെട്ടത് രക്തമാണ്. യേശുവിന് പലതും കാൽവറിയിൽ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി നൽകാൻ കർത്താവായ ദൈവം വാഗ്ദത്തത്തിൻ്റെ സമയത്ത് കല്ലറയിൽ വെളിപ്പെട്ടു. വാഗ്ദത്തത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കിത്തരും. ആരോഗ്യം നഷ്ടപ്പെട്ടെങ്കിൽ ആരോഗ്യത്തോടെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. പരിശുദ്ധാത്മാവിനെ പകർന്ന് എഴുന്നേൽപ്പിക്കും. ദൈവത്തിൽ ആശ വയ്ക്കുക. അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.